അപ്പോൾ നമ്മൾ ഡിജോ ജോസ് സംവിധാനം ചെയ്ത പള്ളിച്ചട്ടമ്പി കണ്ടിറങ്ങിയിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? നമ്മള് ആദ്യമായിട്ടാണല്ലേ ആളുകൾ ഭയങ്കര കുറവാണ്. വിഷയമായിട്ടായിരിക്കും അത്ര ഒരു ഹൈപ്പ് ഇല്ലാത്ത പോലെയാണ് പടം ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ എന്താണ് സിനിമയെ കുറിച്ച് പറയാനുള്ളത്? ഒരു ചരിത്രപരമായിട്ട് ബേസ് ചെയ്തൊരു പടമാണ്. പൊളിറ്റിക്കലി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതില് മെയിനായിട്ട്. പിന്നെ എന്താ വെച്ചാൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഒരു മൊത്തത്തിലൊരു നാട്ടിൽ നടക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങൾ. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന ആ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരും പിന്നെ പള്ളിക്കാരും തമ്മിലൊരു പ്രശ്നം, അതിലേക്ക് ടോവിനോ തോമസ് കടന്നു വരുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങളാണ് ഫസ്റ്റ് ഹാഫിൽ വരുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്ന സമയത്ത് എന്താ പറയുക, ആ നാട്ടിലൊരു ജന്മി കീഴടക്കാൻ വരുന്നു, അപ്പോൾ നാടെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്നു. അപ്പൊ അങ്ങനത്തെ സംഭവ വികാസങ്ങളാണ് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്. രണ്ട് ഡിഫറെന്റ് സ്റ്റോറി ലൈനാണ് രണ്ട് ഹാഫിലും പറയുന്നത്. അതെ, അതുപോലെ തന്നെ അതിന്റെ ഫസ്റ്റ് ഹാഫിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആൾക്കാർ ഈ പാർട്ടി കേരളത്തിൽ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് കണ്ടത് എന്നുള്ള ഒരു സംഭവം കാണും. ഫസ്റ്റ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നു കമ്മ്യൂണിസ്റ്റുകാർ മോശമാണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ചും കൂടെ എത്തുമ്പോൾ തോന്നുന്നു കമ്മ്യൂണിസ്റ്റുകാർ നല്ലവരാ തോന്നുന്നു. കാരണം പഴയ കാലത്തൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫുൾ അവിശ്വാസികളാണെന്നുള്ളത്. അപ്പൊ വിശ്വാസികളെ അതിൽ നിന്ന് മാറ്റുന്ന ഒരു പാർട്ടിയാണെന്നുള്ള പണ്ട് ആളുകൾ വിശ്വസിച്ചു. അതൊക്കെ കൃത്യമായിട്ട് എടുത്ത് കാണിച്ചിട്ട് പോകണം. പിന്നെ പറയാനുള്ള റൊമാൻസിനെ കുറിച്ചാണ്. എന്തോ കായിഡു ലോഹാർ എന്നിട്ട് അങ്ങനെ നടിയിലെ വരുന്നത് ഒരു അന്യഭാഷാ നടിയാണ്. അതിന്റേതായ എല്ലാ ബുദ്ധിമുട്ടും കാണാണ്ട് വേറെ ആരെങ്കിലും ഒക്കെ വെക്കായിരുന്നു. കാരണം ലിപ്സിംഗ് ഒന്നും കറക്റ്റ് ആവുന്നില്ല. കേരളത്തിൽ നിന്ന് ആരെങ്കിലും തന്നെ വെക്കായിരുന്നു. അഭിനയത്തിന് കുഴപ്പമില്ല, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ ഓക്കെ തോന്നി. പക്ഷെ ഡയലോഗ് ഡെലിവറി കുറച്ചുകൂടി മോശമായിട്ട് അബദ്ധമായിട്ട് തോന്നി. അതുകൊണ്ട് അത്ര ഫീല് നമ്മളിലേക്ക് എത്താത്തത്. പക്ഷെ നല്ല ഭംഗിയുണ്ട്, നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഫ്രെയിമിൽ. പക്ഷെ കുറച്ച് സമയമുള്ള അവർ തമ്മിലുള്ള ഒരു പ്രണയം എന്ന് പറയുന്നത്. പക്ഷെ അത് നല്ല വൃത്തിയിൽ ഓവറാവാണ്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഡയലോഗ് ഡെലിവറി ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി. പിന്നെ ആ ഒരു പ്രണയം സിനിമക്ക് ആവശ്യമാണ്. ചില സിനിമകളിലൊക്കെ ഇങ്ങനെ വെറുതെ നായകനെ കൊണ്ടുവന്ന് പ്രണയം കുത്തിക്കയറ്റുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിലതൊന്നുമില്ല. ആ ഒരു സ്റ്റോറിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രണയം തന്നെയാണ് അതിലുള്ളത്. അതുപോലെ ഇതില് നായികക്കും അതിന്റേതായ ഒരു പ്രാധാന്യം, ഒരു നല്ല സ്ട്രോങ് കഥാപാത്രമാണ് ഒരു നായിക എന്ന് പറയുന്നത്. പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ പടം വെൽ പാക്ഡ് ആണ് അല്ലേ. നമുക്ക് പ്രത്യേകിച്ച് ഒന്നിന് ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് എടുത്ത് കുറ്റം പറയാനൊന്നുമില്ല. ഇപ്പൊ ഡയറക്ഷൻ ആണെങ്കിലും ഫൈറ്റ് ആണെങ്കിലും എല്ലാം മ്യൂസിക് ആണെങ്കിലും നല്ല വൃത്തിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹിസ്റ്റോറിക് മൂവി ചെയ്യുന്നതിന്റെ ഒരു കുറവും ബുദ്ധിമുട്ടൊക്കെ പടത്തിൽ കാണാനുണ്ട്. ഈ ഒരു പടം ഇതേപോലെ തന്നെ ഉണ്ടാവുള്ളൂ. ഇതിനപ്പുറത്തേക്ക് നമുക്ക് നന്നാക്കാനൊന്നും പറ്റത്തില്ല. നല്ല ഭയങ്കര അടിപൊളി എന്ന് പറയാനുള്ള ഒരു സംഭവം മോശം ഒന്നും പറയാനില്ല. ഒരു അബോവ് ആവറേജ് എക്സ്പീരിയൻസ്. ഒരു പടം അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അതുപോലെ ഇതിലെ മെയിൻ വില്ലനെ അതൊരു സർപ്രൈസ് ആണ്. അത് നിങ്ങൾ അവിടെ പോയി കാണാം. സിനിമ കണ്ടാൽ മനസ്സിലാവും. ഒരു ക്യാമിയോ റോൾ ഉണ്ട്. അതിലൊരു സെക്കൻഡ് വില്ലനെ എനിക്കറിയില്ല, മുന്നേ ഏതെങ്കിലും പടത്തിലുണ്ടോ. ഒരു അന്യഭാഷ നടനാ തോന്നുന്നു. പക്ഷെ നല്ല അഭിനയൊക്കെയാണ്, നല്ല കിടിലൻ അഭിനയമാണ്. പിന്നെ നമ്മൾ തെലുങ്ക് പടങ്ങളൊക്കെ കാണുന്ന പോലെ നായകൻ വീടെടുക്കുമ്പോ മറ്റേ വില്ലൻ വന്നിട്ട് ഓരോ ഡയലോഗ് അടിച്ച് നായകൻ ഗൂസ്ബംപ് അടിച്ച് തരുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 3D ക്യാമറ വെച്ചിട്ടാണ് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെതായ ഒരു സംഭവങ്ങളൊക്കെ അതിൽ കാണാനുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ എൻഗേജിങ് ആണ്. ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ചിട്ട് സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ എൻഗേജിങ് ആണ്. ഫുള്ളും കഥയിലേക്ക് അങ്ങോട്ട് ഫുള്ളായിട്ട് എൻ്റർ ആയിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫിൽ പിന്നെ കുറച്ച് സീനുകൾ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അത് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ കണ്ട പോലത്തെ സ്റ്റോറീസ് തന്നെയാണ്. നമ്മൾ കുറേ കണ്ട് ശീലിച്ചൊരു സ്റ്റോറി വീണ്ടും എടുത്ത് അത്രേ ഉള്ളൂ. പക്ഷെ ഒരു നല്ല മേക്കിംഗ് ഒക്കെ നല്ലതായിരുന്നു. പിന്നെ കുറെ മതസൗഹാർദ്ദത്തിനെ കുറിച്ചിട്ടൊക്കെ പിന്നെ പൊളിറ്റിക്സിനെ സിനിമയിലൂടെ പൊളിറ്റിക്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് എന്താ പറയാ, മതസൗഹാർദ്ദം തന്നെയാണ് മെയിനായിട്ട് സിനിമ ഉയർത്തിപ്പിടിക്കണമെന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ തുടക്കത്തിൽ നമുക്ക് തോന്നും മറ്റേ കമ്മ്യൂണിസ്റ്റിനെതിരെയുള്ള സിനിമ ആണെന്ന്. പിന്നെ ഇപ്പൊ ഇറങ്ങിയ ദുരന്തരൊക്കെ ഒരു പൊളിറ്റിക്കൽ അജണ്ട കൊണ്ടുവരുന്നുണ്ടല്ലോ. പക്ഷെ അതുപോലെയല്ല ഈ പടം. എനിക്ക് തോന്നിയത് ഈ പഴയ കാലത്ത് എങ്ങനെയാണോ ഈ പാർട്ടികൾ ഉണ്ടായത്, അതിന്റെ പ്യൂറസ്റ്റ് ഫോം, പാർട്ടികളുടെ പ്യൂറസ്റ്റ് ഫോം എന്തായിരുന്നു എന്ന് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നതല്ല, പക്ഷെ പണ്ട് എന്തിനു വേണ്ടിയാ നിലകൊണ്ടിരുന്ന പാർട്ടികൾ എന്നുള്ളത് അതൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ സിനിമയുടെ സംവിധായകൻ തന്നെ ഡിജോ ജോസ് ആണ്, മറ്റേ ജനഗണമനൊക്കെ എടുത്ത സംവിധായകനാണ്. അപ്പം മൂപ്പര് ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ, നല്ല വൃത്തിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ പഴയ പടത്തിലുള്ള പോലെ തന്നെ ഈ സെന്റിമെന്റ്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അതായത് ടോവിനോയുടെ ചീച്ചുമായിട്ടുള്ള ബന്ധം അതൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. പിന്നെ നാടകങ്ങളും സംഭവങ്ങളും, പഴയകാലത്തെ നാടകങ്ങളും സംഭവങ്ങളും ഒക്കെ ഒരു പഴയകാലം സെറ്റൊക്കെ നമുക്കൊന്നും പറയാം, നല്ല വൃത്തിയുള്ള സെറ്റായിരുന്നു. അതുപോലെ നമുക്കിതില് ബാബുരാജിന്റെ റോളോ ചെറിയൊരു റോളാണ്, പക്ഷെ നമുക്ക് ഒരു പഴയ ബാബുരാജിനെ ഇത് കാണാൻ പറ്റിയിട്ടുണ്ട്. അതെ, നമ്മൾ കുറെ ആയി ഇപ്പൊ കോമഡി സീൻസ് ഒക്കെയാണ് കാണല്, പക്ഷെ ഒരു പഴയ ഫൈറ്റ് സീൻ ഒക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ബാബുരാജിനെ കാണാൻ പറ്റും. പക്ഷെ അതെനിക്കൊന്ന് കുറച്ച് സമയമേ ഉള്ളൂ, പക്ഷെ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു മൂവിയില്.
അതുപോലെ ഇതില് കുട്ടിക്കാലത്ത് അഭിനയിച്ച ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് ടോവിനോന്റെ ആണെങ്കിലും ടോവിനോന്റെ ചേച്ചിയായിട്ട് ഒരു കഥാപാത്രം കാണിക്കുന്നുണ്ടല്ലോ, അതൊക്കെ അടിപൊളിയായിട്ട് ഇമോഷണൽ സീൻസ് ഒക്കെ നമുക്ക് കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. പിന്നെ ടോവിനായിട്ട് ചെക്കൻ ചെയ്ത കുറച്ചൊരു ആക്ഷൻ റോൾ ആയാലും അതും അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ടോവിനോന്റെ കുറെ ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ടോവിനോ പിന്നെ ഓൾറെഡി പ്രൂവ് ആണ് ആക്ടറാണ്, നല്ല വൃത്തിയിൽ കഥാപാത്രത്തിന് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. അഭിനയം നമുക്കൊന്നും പറയാനില്ല. ആർക്കും ഒരു കുറവായിട്ട് എനിക്കൊന്നും നമ്മൾ കായഡുവിനെ പറഞ്ഞതായിരുന്നു. കായഡുവിനെ പറഞ്ഞോളൂ, ബാക്കിയുള്ളതൊക്കെ എല്ലാവരും നല്ല വൃത്തിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പടം മൊത്തത്തിൽ നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്ക് അതിന്റെ സ്റ്റോറിക്ക് പരമായിട്ടുള്ള എല്ലാം അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറെ കണ്ടൊരു സംഭവമായതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല, എബോ ആവറേജ് ഒന്നും പറയാനില്ല. പക്ഷെ അവര് എല്ലാവരും നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് സ്റ്റോറിക്ക് ഒത്തിട്ട്. സ്റ്റോറി മൊത്തത്തിൽ നോക്കണ സമയത്ത് നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് മോശം പറയാനില്ല, എല്ലാം വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നുകൂടെ പറയുന്ന സ്റ്റോറി ആണല്ലേ, ഒരു പഴയകാല സ്റ്റോറി ആയതിന്റെ എല്ലാ ബുദ്ധിമുട്ടും നമുക്ക് കാണാനുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഇങ്ങനെ തന്നെയാണ് എടുക്കാൻ പറ്റുള്ളൂ, നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. എബോ ആവറേജ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം കണ്ടുപോയ നമ്മുടെ രീതികൾ തന്നെയാണല്ലോ. പിന്നെ പറയുന്ന ഒരു റീൽസ് ഒക്കെ ചെയ്യുന്ന ഒരുത്തണ്ടല്ലേ നിബ്രാസ് നൗഷാദ് എന്ന് പറഞ്ഞിട്ടുള്ള, അവനും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അവന് നല്ല റോളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ വിജയരാഘവന്റെ റോളും പള്ളിയിലച്ഛനൊക്കെ ആയിട്ട് നല്ല വിജയരാഘവന് ഏത് റോളൊക്കെ ചെയ്താലോ പണ്ടേ അടിപൊളിയൊക്കെ. പിന്നെ സിദ്ദീഖിന്റെ റോള് കുറച്ചുകൂടെ ഒരു നറേഷൻ സ്റ്റൈൽ സംഭവമാണല്ലോ. നിബ്രാസിന്റെ ആണ് ഞാൻ തോന്നുന്നു, നിബ്രാസിന്റെ മറ്റേ അവരെ ഗ്യാങ്ങിലുള്ളവരല്ല വയലൊക്കെ ഉണ്ടായിട്ടുള്ള, വയലുണ്ടായിരുന്നോ നിബ്രാസ്? വയലില്ലാന്ന് തോന്നുന്നു. അപ്പൊ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഒരു വൺ ടൈം ഒക്കെ പോയി കാണാൻ പറ്റുന്ന ഒരു പാട്ടാണ്. അത്രയ്ക്ക് തന്നെ ഇതിന്റെ സിനിമയെ കുറിച്ച് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കണ്ടിട്ട് കമന്റ്സിലൂടെ അറിയിക്കുക. ഓക്കെ, ബൈ.